ഏറ്റവും ആദരണീയനും ബഹുമാന്യമായ തിരുമേനി, വേദിയിലെ പ്രമുഖ വ്യക്തികളെ, ഇവിടെ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാർ, എന്തായാലും നമ്മുടെ നാട്ടിലെ വളരെ മഹത്തരമായ ഒരു സംരംഭത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. സാധാരണ നാട്ടിൻപുറത്ത് ഡയാലിസിസ് സെൻ്റർ എന്ന നിലയ്ക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയാണ്. പല കാര്യങ്ങളിലും ഇടപെട്ട് പരിചയമുള്ള ഒരാളെന്ന നിലയ്ക്ക് ഡയാലിസിസിനെല്ലാം ഇന്ന് താലൂക്ക് ആശുപത്രിയിൽ പോലും ഡയാലിസിസ് ഇല്ലാത്തൊരു കാലമാണ്. മെഡിക്കൽ കോളേജും അതോടൊപ്പം തന്നെ ജില്ലാ ആശുപത്രിയിലൊക്കെ തന്നെ കിട്ടുന്ന ഒരു സൗകര്യമാണ് നമ്മുടെ നാട്ടിൽ ഇവിടെ ഇപ്പോൾ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതലായി ഒന്നും പറയാതെ തന്നെ ഈ സ്ഥാപനത്തിന് വടവൂട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിൻ്റെ മേലിൽ വരുന്ന എല്ലാത്തരം സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. നമസ്കാരം. Next, I would like to invite Srimati Manju Vidyadharan, Ward Member, Gram Panchayat Puttangurish. I invite you, ma'am. ഏറ്റവും ആദരണീയനായ അഭിമന്യ പിതാവ് തിരുമേനി, അതുപോലെ ഇപ്പോൾ വേദിയിൽ സദസ്സിലിരിക്കുന്ന പിതാക്കന്മാരെ, സിസ്റ്റേഴ്സ്, പഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ കെ വേലായുധൻ അവർ, ഇച്ചിരി പേര് എനിക്കറിയില്ല, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ. ഒരു കാലത്ത് വരിക്കോലി എന്ന് പറയുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമായിരുന്നെങ്കിൽ പോലും നമുക്കിപ്പോൾ വളരെ അഭിമാനത്തോടുകൂടി നിൽക്കാൻ കഴിയുന്ന കുറേ സ്ഥാപനങ്ങൾ നമ്മുടെ വാർഡിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഒന്ന് നമുക്ക് മുത്തൂറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് വന്നു, അതിനുശേഷം നമുക്ക് ബിഫാം കോളേജ് വന്നു, അതിനുശേഷം നമുക്കിപ്പോൾ ഡയാലിസിസ് സെന്റർ. ഇത് വരുവാനായിട്ട് നമ്മുടെ വാർഡ് തിരഞ്ഞെടുത്തതിനും അതിൻ്റെ സംഘാടകരോടുള്ള ഏറ്റവും കൂടുതൽ കടപ്പാട് നന്ദി ഞാൻ ഈ വേദിയിൽ അറിയിക്കുകയാണ്. കാരണം നമുക്ക് ഈ ഒരു വേദി ഇങ്ങനെ കിട്ടിയെന്ന് വരുന്നത്, അപ്പം കിട്ടിയ അവസരത്തിൽ തന്നെ എല്ലാവരോടും എൻ്റെ പ്രത്യേക നന്ദിയും അഭിനന്ദനവും ഈ വേദിയിൽ വെച്ച് ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇതിൻ്റെ സംഘാടകർക്ക് അധികം സഹായങ്ങളൊന്നും പഞ്ചായത്തിൽ നിന്ന് ചെയ്യാനായിട്ട് വന്നിട്ടില്ല. കാരണം ഇവരാരും നമ്മുടെ അടുത്തേക്ക് വലിയ കാര്യങ്ങൾക്കൊന്നും ഇതുവരെ വന്നില്ല. ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും നമ്മുടെ പ്രസിഡന്റിലൂടെ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കൂടി ഞാൻ ചെയ്യുമെന്ന് ഈ വേദിയിൽ ഞാൻ പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യം, അതാണ് മെയിൻ. കാരണം നമുക്കൊരു ആരോഗ്യത്തിന്റെ കുറവ് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകേണ്ട ആവശ്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളും അതോടൊപ്പം വ്യായാമവും നല്ല രീതിയിൽ ചെയ്യുന്നതിന് ഇവിടെ ഇപ്പോൾ നമുക്ക് മുന്നേ പ്രസംഗിച്ച വൈദികരെല്ലാവരും നമുക്ക് വേണ്ടുന്ന ഉപദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അതോടൊപ്പം വിട്ടുപോയ ഒന്ന് രണ്ട് വ്യക്തികളുണ്ട്, മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ അധികം സീരിയലൊന്നും കാണില്ലാത്ത ആളാണെങ്കിലും ഷാലു ഇവിടെ ഉണ്ടായിരുന്നു, വിട്ടുപോയി. അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇവരോട് എല്ലാവരോടും നമുക്ക് പ്രത്യേക കടപ്പാടുകളുണ്ട്. അപ്പോൾ ഇനി ഒരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മളെല്ലാവരും നമ്മളാൽ കഴിയുന്നതായ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മനസ്സ് നന്നാവുകയും അതോടൊപ്പം നമ്മുടെ നാടിനെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നന്നായി വിനിയോഗിച്ചുകൊണ്ട് അത് ഒരാൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലേക്ക് നന്നായി വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സ് നന്നാവുമ്പോൾ തന്നെ നമ്മുടെ മുക്കാൽ അസുഖങ്ങൾ മാറും. അത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ നന്നായി ആലോചിച്ച് നന്നായി നമ്മുടെ കുട്ടികളെ അതിനായി പ്രോത്സാഹിപ്പിക്കുക. കാരണം കുഞ്ഞു കുട്ടികൾ വളർന്നു വരുന്നത് നമ്മളിലൂടെയാണ്. അവർ ഓരോന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നോ അതിൻ്റെ 10% നമ്മുടെ മക്കളെങ്കിൽ കണ്ട് പഠിക്കാൻ പാകത്തിന് നമ്മൾ അവരെ പ്രാപ്തരാക്കി എടുക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരെ കൂടി ഉൾക്കൊള്ളിച്ച്, കാരണം അടുത്തുള്ള വീടുകളിലെ കുട്ടികളെ പോലും അറിയാത്ത രീതിയിലേക്ക് വളർന്നു വരുന്ന ഒരു സമൂഹം വരുന്നത് കൊണ്ടാണ് രോഗങ്ങൾ കൂടുതൽ വരുന്നത്. കാരണം നമ്മൾക്കറിയാം, നമ്മുടെ പഴയ തലമുറകൾ ജീവിച്ചിരുന്നപ്പോൾ ഇപ്പോൾ ഉള്ളതിൻ്റെ 10% പോലും അസുഖങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ ഡയാലിസിസ് സെന്ററിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. Thank you, ma'am.
And at last but not the least, I would like to welcome Dr. Kishore S. Dharan, HOD Nephrology Department, MOSC Medical College. He was also the key member to provide guidance to Gregorian dialysis from the beginning. I welcome you, sir. Respected Metropolitan His Grace Georgis Marthoulos and dignitaries on and off the dais. ആദ്യമായി ഈ ഗ്രിഗോറി ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടന വേളയിൽ എനിക്ക് ആശംസാ പ്രസംഗത്തിന് അവസരം തന്ന ഓർഗനൈസേഴ്സിനെ ഞാൻ നന്ദി രേഖപ്പെടുത്തട്ടെ. കുറഞ്ഞ സമയത്ത് ഞാൻ 2 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, വൃക്കരോഗത്തിന് സ്ഥായിയായ വൃക്കരോഗത്തിന് 2 തരം ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഒന്ന് കിഡ്നി മാറ്റിവെക്കൽ, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, 2 ഡയാലിസിസ്. കേരളത്തിൽ ഇപ്പോൾ 10% താഴെ മാത്രം രോഗികളെ ട്രാൻസ്പ്ലാന്റേഷൻ വൃക്ക മാറ്റിവെക്കലിന് സാധിക്കുന്നുള്ളൂ. ബാക്കി 90% രോഗികളും ജീവിക്കുന്നതിന് ഡയാലിസിസ് തന്നെയാണ് ആശ്രയം. ഡയാലിസിസ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള, ഒരു മാസം 20,000 തൊട്ട് 30,000 രൂപ വരെ ഒരു ആവശ്യം വരുന്ന ഒരു പ്രക്രിയയാണ്, ഒരു ചികിത്സാ രീതിയാണ്. പല ഈവൻ മിഡിൽ ക്ലാസ് കുടുംബങ്ങളുടെ പോലും സാമ്പത്തിക അടിത്തറ ഇളക്കുന്ന രീതിയിൽ ഈ രോഗം വളരെ മോശമായ രീതിയിൽ അവർ ബാധിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ രീതിയിൽ ഒരു കംപ്ലീറ്റ്ലി ഫ്രീ ഡയാലിസിസ് സെന്റർ എന്ന കൺസെപ്റ്റിന് വളരെയധികം പ്രസക്തി കയറുന്നുണ്ട്. ആൻഡ് ഐ ഷുഡ് കൺഗ്രാറ്റുലേറ്റ് ദ ടീം ബിഹൈൻഡ് ദിസ് സെന്റർ ഫോർ സച്ച് ഇതേ ഒരു മനോഹര ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് അവർ വളരെയധികം പ്രശംസ അർഹിക്കുന്നുണ്ട്. രണ്ടാമതായി ഇവിടുത്തെ ഫെസിലിറ്റീസ്, 2 ഡയാലിസിസ് മെഷീൻസും സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട്, കേരളത്തിലെ ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലും ഉള്ള അതേ ടോപ്പ് ഓഫ് ദി ഒരു ഏറ്റവും ഉയർന്ന ശ്രേണിയിലുള്ള ഡയാലിസിസ് മെഷീൻസാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചുള്ള RO പ്ലാന്റും കേരളത്തിലെ മിക്കവാറും മേജർ ഹോസ്പിറ്റൽസിലുള്ള അതേ RO പ്ലാന്റാണ്, ഒരു ഹൈ കപ്പാസിറ്റി പ്യുവർ RO വാട്ടർ പ്ലാന്റാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. രണ്ടും കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രീ ഡയാലിസിസ് സെന്ററിലുപരി ക്വാളിറ്റി ഓഫ് ഡയാലിസിസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഒരു രോഗിക്ക് ഒരു ഫ്രീ ഡയാലിസിസ് എന്നുകൊണ്ട് ഒരു അല്പം പോലും ഡയാലിസിസിന്റെ ക്വാളിറ്റിയിൽ കുറവ് വരരുത്. അതേ വേറെ ഏത് സെന്ററിലുള്ള അതേ ക്വാളിറ്റി ഇവർക്കും ഇവിടെയുള്ള ഒരു രോഗിക്കും ലഭിക്കാവുന്നതാണ്. അതും വളരെയധികം പ്രശംസനാർഹമായ ഒരു കാര്യമാണ്. ഇവിടെ രോഗികളെ സ്റ്റേബിൾ പേഷ്യൻസിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേബിൾ പേഷ്യൻസിനെ നമ്മൾ അസസ് ചെയ്ത് ഒരു ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻസിനോ അതോ ഒരു ഡയാലിസിനിടയ്ക്ക് ഒരു പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു കാർഡിയക് പ്രോബ്ലംസിനോ സാധ്യതയില്ലാത്ത പേഷ്യൻസിനെ മാത്രം എടുത്ത് ഒരു വളരെ സേഫ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഡയാലിസിസ് സെന്റർ നടത്തുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഫാദർ ബിജു സംസാരിക്കുന്നു. ഞാൻ ഈ ഡയാലിസിസ് സെന്ററിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ.